നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറെന്താ വന്നത്? ഓഫീസിലേക്ക് വരുന്ന എന്നെ തടഞ്ഞു നിർത്തി വന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ കണ്ടിട്ട് ഇവിടേക്ക് വന്നൊരു ക്ലയന്റായിട്ട് തോന്നിയത് എനിക്ക്. ഞാൻ ഈ കമ്പനിയുടെ MD-യാ. വേഗം തന്നെ ക്യാബിനിലേക്ക് വാ. ഇവിടേക്ക് വരില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളിന് ഇപ്പൊ ഇതെന്തു പറ്റി? അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവായിരിക്കും. ഈ ഓഫീസിലെ സർവ്വ സമാധാനവും നശിച്ചു. ആ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ എല്ലാ ഫയലുകളും എന്റെ ക്യാബിനിലേക്ക് എടുത്തുണ്ടോ? എന്തോ ആലോചിക്കുന്നത്? ആ ഫയലുകൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് എനിക്കൊരു പ്രശ്നമല്ല. വിത്തിൻ മിനിറ്റ്സ് ഹൈടെക് സിറ്റി പ്രൊജക്ടിന്റെ സർവ്വരേഖകളും എൻ്റെ ഈ ടേബിളിലെത്തണം. ആ പ്രൊജക്ടിന്റെ ഒരു തുണ്ട് കടലാസ് പോലും എൻ്റെ ഈ ക്യാബിനിലല്ലാതെ പുറത്തുണ്ടാവരുത്. ചെല്ലേ. നോക്ക് ഗൗതം, രാവിലെ നിന്റെ ഈ ധൃതി പിടിച്ചുള്ള കഴിപ്പിന് വേണ്ട കേട്ടോ. ഇന്ന് നീ കഴിച്ചത് ആകെ 2 ദോശ മാത്ര, അറിയാലോ. എനിക്ക് മതിയായിട്ടാ അമ്മ. എത്ര മതിയായിട്ടാണെന്ന് പറഞ്ഞാലും ഉച്ചവരെ ഇരിക്കാനുള്ളതല്ലേ. അതൊന്നും സാരമില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വിശപ്പൊന്നും അറിയില്ല. അത്രയ്ക്ക് തിരക്കാ. കണ്ടില്ലേ, പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് ജോർജിന്റെ വിളി വന്നു. ഗുഡ് മോർണിംഗ് ജോർജ്. ഗുഡ് മോർണിംഗ് സർ. എന്ത് പറ്റി? എന്തെങ്കിലും അത്യാവശ്യമാണോ? സർ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രണവ് സാർ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. സത്യമാണോ ജോർജ് പറയുന്നത്? അതെ സർ, പ്രണവ് സാർ വന്ന് സാറിന്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോർജ്, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ശരി സാർ. പ്രണവ് ഓഫീസിൽ ചെന്നു. ആണോ? അതെ അമ്മേ, അത് പറയാനാ ജോർജ് വിളിച്ചത്. സാധാരണ എന്തെങ്കിലും ടെൻഷൻ പറയാനാ ജോർജ് വിളിക്കാറ്. ഇതിപ്പോ ഒരു ഗുഡ് ന്യൂസാ. താങ്ക് യു ജോർജ്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. അത് മാത്രമല്ല സർ പ്രശ്നം. പിന്നെ? പ്രണവ് സാർ വന്ന ഉടനെ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ ആ ഹൈടെക് സിറ്റി പ്രോജക്റ്റിന്റെ മുഴുവൻ ഫയലുകളും എടുത്ത് ക്യാബിനിലേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ആ പ്രോജക്റ്റിന്റെ ഒരു തുണ്ട് കടലാസ് പോലും പുറത്തുണ്ടാവരുതെന്നാ പറഞ്ഞേ. ഞാൻ എന്താ സർ ചെയ്യണ്ടേ? പ്രണവ് തിരികെ ഓഫീസിലേക്ക് വന്നതേ വലിയ കാര്യമാണ്. അവൻ ഏത് ഫയൽ ചോദിച്ചാലും എടുത്തു കൊടുത്തേക്കണം കേട്ടോ. നോക്ക് ജോർജ്, പ്രണവൻ ഇനി ഒരു ഇഷ്ടക്കേടും ഉണ്ടാവരുത്. ഞാൻ വേഗം അങ്ങോട്ടെത്താം. ഓക്കെ സാർ. ഓക്കെ. അമ്മേ, ഇതെന്തായാലും വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തിനാ വന്നതെന്നെങ്ങാനും ജോർജ് പറഞ്ഞ ഗൗതം? എന്തിനു വേണ്ടിയെങ്കിലും ആയിക്കോട്ടെ നിധി, അവൻ വന്നല്ലോ, അത് മതി. ഓഫീസിൽ വന്നത് നല്ല കാര്യം തന്നെയാ, പക്ഷേ അവൻ വന്നത് ഓഫീസിലേക്കല്ലേ, ഈ വീട്ടിലേക്കൊന്നും അല്ലല്ലോ. എന്താ അമ്മയത്? എല്ലാ അധികാര അവകാശവും കമ്പനിയുടെ മുഴുവൻ നടത്തിപ്പും എനിക്ക് കിട്ടിയ മതിയാവുമെന്ന് വാശി പിടിച്ച് നടന്നവനാ. ഇപ്പൊ ഓഫീസിലേക്ക് സോമനസലയെ മടങ്ങി വന്നിരിക്കുന്നേ. അതൊരു വലിയ കാര്യമല്ലേ? വലിയ കാര്യം തന്നെയാണത്. പക്ഷെ പ്രണവിന്റെ ഓരോ മാറ്റത്തിലും എനിക്കിപ്പോ പേടിയാ. എന്തെങ്കിലും അവനൊരു ദുരുദ്ദേശം കാണും. നീ വെറുതെ നെഗറ്റീവ് ചിന്തിക്കാതെ നിധി. എനിക്കതൊരു നല്ല ലക്ഷണമായിട്ട് തോന്നുന്നേ. ഇതിപ്പോ അവന്റെ തെറ്റുകളൊക്കെ അവന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവനായിട്ട് തന്നെ ഓഫീസിലേക്ക് തിരികെ വന്നതും ഫയലുകളൊക്കെ ചോദിച്ചു വാങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയതും. ഗൗതം, എന്തായാലും ഇനി പ്രണവിനോട് പെരുമാറുമ്പോ ഒരു കരുതൽ വേണം.
വീണ്ടും ഒരു അനിഷ്ടം അവനിൽ ഉണ്ടാവാൻ വഴിവെക്കരുത്. വെറുതെ കുറ്റം പറയാൻ നിൽക്കുകയും ചെയ്യരുത്. കേട്ടല്ലോ? ഇല്ല നിധി, അതൊക്കെ ഞാൻ ഇനി ശ്രദ്ധിക്കും. തെറ്റു പറ്റിയെന്ന് പോലും ഇനി ഞാനോട് പറയില്ലെന്നേ. അവന്റെ ഇഷ്ടം എന്താണോ അതുപോലെയൊക്കെ അവൻ ചെയ്യട്ടെ. അവൻ സന്തോഷമായിട്ട് ഇരിക്കണം. പഴയതുപോലെ അവൻ നമ്മുടെ വീട്ടിലേക്ക് തിരികെ എത്തണം. അല്ലാതെ എനിക്കൊരു അധികാരവും തിരികെ വേണ്ട. എന്നാലും അവനെ അങ്ങ് അഴിച്ചുവിട്ട് കളയരുത്. ഒരു ചരട് നിന്റെ കയ്യിലില്ലെങ്കിൽ അറിയാലോ, എല്ലാം കൈവിട്ട് പോവും. അതൊക്കെ നൈസായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അമ്മേ. നിങ്ങൾ നോക്കിക്കോ, ഒട്ടും വൈകാതെ അവനിവിടെ എത്തിയിരിക്കും. ഇപ്പൊ ഓഫീസിലേക്ക് പോകാൻ തന്നെ എനിക്കൊരു ഉത്സാഹം തോന്നുക. എല്ലാം ക്ഷമിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും നീ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതാണ് എന്റെ പുണ്യം മോനെ. ശരി അമ്മേ. ശരി, പോയിട്ട് വാ. ശരി. ഈശ്വര ഭഗവാനെ, ഇതോടെ എല്ലാം ഒന്ന് കലങ്ങി.